ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ അടുത്തൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, കുറച്ച് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ആദ്യമേ ഞാൻ കുറച്ച് പിക്ചേഴ്സൊക്കെ ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊരു ഡാർക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് ബോർഡറൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഫാബർ കാസ്റ്റലിൻ്റെ കുറച്ച് ക്രയോൺസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കൊറോണ ടൈമിൽ വാങ്ങിയതാണ്. ആദ്യമായിട്ട് ഇപ്പോഴാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു വൈറ്റ് സ്പേസ് വിട്ടിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലോ ടേപ്പ് അതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലേസിങ് എഫക്റ്റ് കിട്ടും. എനിക്ക് മടിയായതുകൊണ്ട് ഞാനത് ചെയ്യണില്ല. നേരെ അങ്ങോട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു കവറ് ഇതുപോലെ രണ്ടാക്കി മടക്കി ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പോലെ ഉപയോഗിക്കാം കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് കുറച്ച് ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതും ഞാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ ഓൾറെഡി ട്രേസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ മേലെ കൂടെ ബോർഡർ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് അതൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരത്തെ യൂസ് ചെയ്ത ഫാബർ കാസ്റ്റലിൻ്റെ അതേ ക്രയോൺസ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെ കളറിങ് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെല്ലോ ടേപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് കുറച്ച് റൗണ്ട് സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിൽ കുറച്ച് റൗണ്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പ്രത്യേകിച്ച് തീമൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. അതായത് ഞാൻ യൂസ് ചെയ്യണത് ഒരു കളർഫുൾ തീമാണ്. അതുകൊണ്ടാണ് എല്ലാ സാധനങ്ങളും കുറച്ച് കളർഫുൾ ആയിരിക്കണത്. അപ്പോൾ ആ പേപ്പറിൽ നിന്ന് പിന്നെ ഞാൻ റൗണ്ട് കട്ട് ചെയ്തിട്ട് എല്ലാം കൂടി നേരത്തെ ഉണ്ടാക്കി അതേപോലത്തെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ റൗണ്ട് സ്റ്റിക്കേഴ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് പോസ്റ്റേഴ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് A4 ഷീറ്റ് ഇതേപോലെ 4ആയി മടക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഓരോരോ ഡിസൈൻസ് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സപ്ലൈസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. എനിക്ക് വാഷി ടേപ്പും കൂടി ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്ര ഉണ്ടാക്കിയപ്പോഴേക്കും എൻ്റെ നടു ഒടിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലങ്ങോട്ട് നിർത്താമെന്ന്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഒരു ജേർണലും കൂടി പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടാം കേട്ടോ. ആദ്യം ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ അതൊരു ഇൻകംപ്ലീറ്റ് ആയി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി കൂടുതൽ സ്റ്റിക്കേഴ്സും റൈറ്റിങ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ.